ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഇന്നലെ രാത്രി തന്നെ കടല വെള്ളത്തിലിട്ടതാട്ടോ. അപ്പോൾ അത് വേഗം തന്നെ കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ അത് ഉള്ളിയും മുളകും കുത്തി കാച്ചി വെറുതെ എടുത്തിട്ടുള്ളൂ കേട്ടോ. വേറെ കാര്യമായിട്ട് കടലക്കറിയൊന്നും ആക്കിയിട്ടില്ല. രാവിലെ തന്നെ ഇന്ന് സ്കൂളിൽ കുട്ടികൾക്ക് ഇളയാൾക്കാണ് ഇപ്പോൾ ക്ലാസ് ഉള്ളൂ കേട്ടോ. അവന് ക്ലാസ്സിൽ പോകേണ്ട സമയമാണ്. അപ്പോൾ 8 മണിയാകുമ്പോഴത്തേനും അവൻ്റെ ബസ് വരും. അപ്പോൾ അതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റും ഇതൊക്കെ റെഡിയാക്കണം. അപ്പോൾ അതുകൊണ്ട് കടലയൊക്കെ വേഗം തന്നെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത് കലക്കി ചുട്ട അപ്പമാണ്. ഇതൊക്കെ ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ അവനെ ഒക്കെ റെഡിയാക്കി സ്കൂളിലൊക്കെ വിട്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ടെറസിൻ്റെ മുകളിൽ വന്നതാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ കാന്താരിയിൽ ഞാൻ കാണിച്ചില്ലേ, കാന്താരി മുളക്. അപ്പോൾ അത് അന്ന് പൊട്ടിച്ചതിന് ശേഷം ഉണ്ടായതൊക്കെ ഇപ്പോൾ വീണ്ടും കുറച്ചുകൂടി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് ചെറുതായിരുന്ന മുളകൊക്കെ ഇപ്പോൾ വീണ്ടും വലുതായിട്ടുണ്ട്. അപ്പോൾ അത് പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലിപ്പോൾ ഏത് മുളകിൻ തയ്യലാണെങ്കിലും മുളക് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പച്ചമുളക് വാങ്ങില്ല കേട്ടോ കടയിൽ നിന്ന്. അല്ലെങ്കിൽ പിന്നെ ഇത് വേസ്റ്റായി പോകും. അപ്പോൾ ഏത് കറിയിലാണെങ്കിലും എൻ്റെ കയ്യിൽ ഏത് മുളകാണോ ഉള്ളത് ആ മുളക് ഇട്ടിട്ടാണ് ഞാൻ കറി വയ്ക്കാറ്. അപ്പോൾ ഇപ്പോൾ കാന്താരി മുളകാണ്. അതാകുമ്പോൾ എല്ലാത്തിൻ്റെയും കൂടെ പൊക്കോളൂല്ലോ. അപ്പോൾ ഇനി ഉച്ചക്കത്തേക്കൊക്കെ ആവശ്യത്തിനുള്ള മുളക് പൊട്ടിക്കലായി. മാത്രമല്ല ഇപ്പോൾ ആണെങ്കിൽ ചെറിയൊരു തോർച്ച കാണാനുണ്ട്. അപ്പോൾ ഇപ്പോൾ കയറിയാലാണിത് പൊട്ടിച്ചെടുത്തിട്ട് പോകാൻ പറ്റുള്ളൂ. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ മുകളിലേക്ക് വന്നതാണ്. അങ്ങനെ കാന്താരി മുളകൊക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ കോളിയസ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിട്ട് അപ്പോൾ നല്ല ഭംഗി കാണാനായിട്ട്. ഇപ്പോഴാണെങ്കിൽ നല്ല മഴയും വെയിലൊന്നും അധികം ഇല്ലല്ലോ, എന്നാൽ പോലും അതുങ്ങളെ കാണാൻ എന്ത് കളർഫുള്ളായിട്ടാണ് നിൽക്കണതല്ലേ, നല്ല ഭംഗി. അപ്പോൾ നല്ല വെയിലത്താണെങ്കിൽ ഇതിനേക്കാളും കളർഫുള്ളാവും കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ അതും കൂടി ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇതന്നെ പല കളറുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിലൂടെ കുഞ്ഞു കുഞ്ഞു തൈകളൊക്കെ ഉണ്ട്. ഒന്നും വേറെ മാറ്റി നട്ടൊന്നും ഞാൻ ചെയ്തില്ല. നല്ല മഴയും ഒക്കെ ആയിട്ട് മുകളിലേക്ക് അങ്ങനെ വരവും കുറവായിരുന്നു. അപ്പോൾ വേറെ വേറെ ചട്ടികളിലൊക്കെ വയ്ക്കണം എന്നൊക്കെ ആദ്യം വിചാരിച്ചതാണ്. ഇപ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് അവിടെ നിൽക്കുകയാണ്. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതിൻ്റെ തന്നെ വേറൊരു കളറായിട്ട് ഇത് കാണുമ്പോൾ ഒരുപോലെയൊക്കെ തോന്നും, പക്ഷേ വ്യത്യാസമുണ്ട്. അതിലൊക്കെ പൂവായിട്ടുണ്ട്. ഇനി ഈ പൂവിൻ്റെ അകത്തുനിന്ന് വിത്ത് ഉണ്ടായിട്ട് പുതിയ തൈകളും കിളിച്ച് കിട്ടും കേട്ടോ. നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ മുളച്ച് കാണാം. അത് പറിച്ച് വെച്ച് കൊടുക്കുമ്പോൾ ചിലപ്പോൾ വേറെ കളറായിട്ടുള്ള കോളിയസ് പ്ലാന്റ്സിനെ കിട്ടാറുണ്ട്. അങ്ങനെ അതൊക്കെ നോക്കി പിന്നെ കുറച്ച് കാന്താരിയും കിട്ടി, അതുമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മുകളിൽ കോവയ്ക്കൊക്കെ ഉണ്ടല്ലോ, അതും കിട്ടിയത്, അതും പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് വെച്ചു. പിന്നെ ഇനി ഉച്ചക്കത്തേക്ക് ഒരു കഷ്ണം ക്യാബേജ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് തോരൻ വയ്ക്കാനായിട്ടാണ്. അപ്പോൾ അതിലിടാൻ പച്ചമുളക് അന്വേഷിച്ചാണ് ഞാൻ മുകളിൽ പോയത്. അപ്പോൾ അതൊക്കെ മുകളിലരിഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കറി വയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ. അപ്പോൾ കറിക്കുള്ള കഷ്ണങ്ങളൊക്കെ അവൾ അരിഞ്ഞു തന്നു. പിന്നെ ഞാൻ ഇതേ പപ്പടമൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ട് ക്യാബേജ് അരിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് കുറച്ചുണ്ടായുള്ളൂ. അപ്പോൾ 2 ക്യാരറ്റും കൂടി എൻ്റെ കൂടെ ചേർത്തിട്ട് ക്യാബേജും ക്യാരറ്റും കൂടിയിട്ടാട്ടോ ഇന്നത്തെ തോരൻ വയ്ക്കുന്നത്. അപ്പോൾ അതൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കറിയായിട്ട് വയ്ക്കണത് മോര് കറിയാണ്. അത് ഇവിടുത്തെ സ്ഥിരം ഒരു കറിയാണ്. അപ്പോൾ ഇന്ന് കുമ്പളങ്ങ മോര് കാച്ചിയിട്ടുണ്ട്. അപ്പോൾ അതും അതിൻ്റെ കൂടെ അതിൻ്റെ ജോലികളും ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അതൊക്കെ എപ്പോഴും കാണിച്ച് ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ച് കാണിക്കാത്തതാണ്. പിന്നെ ഒരു സന്തോഷം പറയാനുള്ളത്, എൻ്റെ ചാനലിൽ ഇപ്പോൾ 1K ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് 1K കറക്റ്റായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. എൻ്റെ ചാനലിൽ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കയറി വരും. ഇപ്പോൾ 950 ആയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം നോക്കുമ്പോൾ അത് 940 ആയിട്ട് ഇങ്ങനെ കൂടും അങ്ങനെ ഏറിയും കുറഞ്ഞും ഇരിക്കണോണ്ട് തന്നെ ഇപ്പോൾ 1K ആയെന്ന് പറയാൻ എനിക്ക് പേടിയാണ്. ചിലപ്പോൾ പറഞ്ഞു കഴിയുമ്പോൾ അത് കുറഞ്ഞു പോയിട്ട് ആയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ അത്ര ഹാപ്പി ആയിട്ട് അങ്ങോട്ട് പറയാത്ത കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഉറപ്പായിട്ട് വേണം. എന്തായാലും ഇപ്പോൾ 1K ആയിട്ടുണ്ട്. എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്, സന്തോഷമുണ്ട് കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും കൂടെ തന്നെ ഉണ്ടാവണം. അപ്പോൾ ഞാൻ പിന്നെ ചാനലിൻ്റെ പേര് മാറ്റണ കാര്യമൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചല്ലോ. അപ്പോൾ എനിക്ക് കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പോൾ അതിനകത്ത് കൂടുതലും പേര് പറയണത് ചാനലിൻ്റെ പേര് മാറ്റാതിരിക്കണത് തന്നെയാണ് നല്ലതെന്നാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പേര് മാറ്റിയിട്ടില്ല തൽക്കാലം. ഇങ്ങനെ തന്നെ അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിച്ചേക്കാണ്. അപ്പോൾ കുറച്ച് നാൾ കൂടി കഴിഞ്ഞിട്ട് വീണ്ടും ഒരനക്കം ഇല്ലെങ്കിൽ മാറ്റാമെന്ന് വിചാരിച്ചിട്ട് എന്തായാലും ഇപ്പോൾ മാറ്റണില്ല. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ എനിക്ക് കമൻറ്റ് ഇട്ട് മറുപടി തന്ന എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എനിക്ക് സംശയങ്ങൾ ചോദിച്ചപ്പോൾ അതിന് നിങ്ങൾ എന്തായാലും എനിക്ക് മറുപടി തന്നല്ലോ, സന്തോഷമുണ്ട്. അങ്ങനെ നമ്മുടെ ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ വൈകുന്നേരം ആട്ടോ. അപ്പോൾ മോന് കഴിഞ്ഞ ദിവസം ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നതാണ് ഡോനറ്റ്, പിന്നെ ഈ സ്വീറ്റ്. എനിക്ക് ഡോനറ്റ് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാനപ്പോൾ മറ്റേത് എടുക്കാൻ പറഞ്ഞ് അങ്ങനെ എടുത്തതാണ്. അപ്പോൾ അതൊക്കെ കൂട്ടി വൈകുന്നേരം ചായയുടെ പരിപാടികളാട്ടോ. അപ്പോൾ ചായയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്.
പിന്നെ ചായ അപ്പോഴത്തേനും മഴയായിട്ടോ. രാവിലത്തെ ഒരു തോർച്ച രാവിലെ മാത്രമേ ഉണ്ടായുള്ളൂ. ആ മുളക് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ മഴയായി. ഞാനപ്പോൾ തുണി ഇടാമെന്നൊക്കെ വിചാരിച്ചപ്പോഴത്തേനും നല്ല മഴയായിട്ടുണ്ടായി. ഇപ്പോഴും നല്ല മഴ തന്നെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.